ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് വിഷ്വലൈസേഷൻ. ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വിഷ്വലൈസേഷന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്തു, മീൻസ് ഒരു ഡയറിയിൽ നമുക്ക് നേടേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ചു അല്ലേ. ഇനി ഈ നേടേണ്ട കാര്യങ്ങൾ എങ്ങനെ നമ്മൾ എഴുതി വെച്ചത്, നേടിക്കഴിഞ്ഞതായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞു അല്ലേ. ഇപ്പൊ ജോലിയുടെ കാര്യം ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാരേജ് ഒക്കെ ഡിലേ ആയിട്ടുള്ളവർ, അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ മനസ്സിൽ അവരുടെ സങ്കല്പത്തിലുള്ള അവരുടെ ലൈഫ് പാർട്ട്ണറിനെ ശരിക്കും നമുക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ട്, അതായത് നമ്മുടെ മാരേജ് കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഫർമേഷൻസ് എഴുതുക. അഫർമേഷൻ എന്താണെന്നറിയാലോ, ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ. അപ്പം ആ അഫർമേഷൻസ് നമ്മൾ അവിടെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ആ എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതായത് നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുന്നതും, നമ്മുടെ കല്യാണം കഴിഞ്ഞതും, നമ്മൾ ഹസ്ബൻഡിനോടൊത്ത് ജീവിക്കുന്നതും, അതുപോലെ തന്നെ എന്തുവാണ് നമ്മൾ ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുന്നതും, അതുപോലെ സിനിമയ്ക്ക് പോകുന്നു, അങ്ങനെ ഹണിമൂണിന് പോകുന്നു, അങ്ങനെയൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അതായത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ മാരേജ് കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ജോലി കിട്ടി, ഫസ്റ്റ് സാലറി വാങ്ങിച്ചു, എല്ലാവർക്കും ട്രീറ്റ് കൊടുത്തു, ഭയങ്കര ഹാപ്പിയായി. അതുപോലെ ആ ഫസ്റ്റ് സാലറി നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കാനായിട്ട് ATM-ൽ നമ്മളിങ്ങനെ നിൽക്കുന്നു, ആ പൈസ ഇങ്ങനെ കയ്യിൽ വാങ്ങുന്നു, എണ്ണി നോക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള തിങ്സ് പോലും നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. കാരണം നമ്മുടെ മൈൻഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പതിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി നമുക്ക് അവിടെ ചുറ്റും വ്യാപിച്ചുകൊണ്ട് അതിലേക്കുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുതരും പടച്ചിറപ്പ്. പ്രകൃതി ശക്തി നിങ്ങൾ ആരാധിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തു, എന്നിട്ട് നമ്മൾ എഴുതി നമ്മൾ എന്ത് ചെയ്തു, ലെറ്റ് ഗോ ചെയ്തു. പിന്നെ നമ്മൾ അവിടെ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട, നമ്മൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ നമ്മൾ ചുമ്മാ ബുക്കിൽ എഴുതി വെച്ചത് കൊണ്ട് എന്തെങ്കിലും നടക്കുമോ എനിക്ക് തോന്നണില്ല. നമ്മൾ ആക്ഷൻ എപ്പോഴും എടുക്കുക. ലോ ഓഫ് അട്രാക്ഷനിലെ ആക്ഷൻ ഉണ്ടല്ലേ, ആ ആക്ഷൻ അവിടെ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ബാക്കി നമ്മൾ 10% നമ്മൾ ആക്ഷൻ എടുക്കുമ്പോഴാണ് 90% നമ്മളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതവിടെ ചെയ്തു, നമ്മൾ വിഷ്വലൈസ് ചെയ്തു, എന്നിട്ട് നമ്മൾ അവിടെ ലെറ്റ് ഗോ ചെയ്തു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി ആക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു, നമ്മൾ CV റെഡിയാക്കി, നമ്മൾ CV സെൻഡ് ചെയ്തു, നമ്മൾ കൂടുതൽ ആ കമ്പനിയെ കുറിച്ചൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ പഠിക്കുന്നു, അവിടെ എന്തൊക്കെയാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്യുക, നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ, നമ്മുടെ മൈൻഡിൽ നമുക്കിത് കിട്ടിക്കഴിഞ്ഞതാണല്ലോ. അപ്പം അതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ആ ഒരു എന്താ പറയാ, ആ ഒരു യാഥാർത്ഥ്യത്തിൽ, അത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ ആണ്, അതങ്ങനെ ആയി കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അതിലങ്ങോട്ട് ജീവിക്കുക. നിങ്ങൾക്കറിയാമോ, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, നല്ല പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി നമ്മൾ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ അത് നടക്കും കേട്ടോ. അത് എനിക്ക് വളരെ അനുഭവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസിന് വളരെ വളരെ റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യവുമാണ്. മനസ്സിലായോ? പക്ഷേ ഈ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചില ആൾക്കാർ, നമ്മളിപ്പം ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, നിങ്ങളിത് ഇത്രയും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ തോട്ട്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് നിങ്ങൾ നല്ല പോസിറ്റീവ് മെന്റാലിറ്റിയോട് കൂടി ഇരിക്കുക, എപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കുക. ശരിക്കും നല്ല വൈബായിട്ടുള്ള ഹാപ്പിനെസ് കിട്ടുന്ന, ഇപ്പൊ കോമഡി സീരീസ് ആണെങ്കിലും, കോമഡി വെബ് സീരീസോ കോമഡി ആയിട്ടുള്ള കാര്യങ്ങളോ എല്ലാം നിങ്ങൾ കാണുക. മാക്സിമം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. 24 hours നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. 24 hours ഹാപ്പി ആയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഴ്ചകളോളം നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും. ആഴ്ചകളോളം നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോഴോ മാസങ്ങളോളം നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും. അങ്ങനെ ഈ മാസങ്ങൾ പോയി ഇയേഴ്സ് ആവും അല്ലേ. അപ്പോൾ 365 days നമ്മൾ വർഷം മുഴുവനും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട്, നല്ല പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അവിടെ.
ഇതൊരു റിയാലിറ്റിയാണ് കേട്ടോ. പലരും ജീവിതത്തിൽ പല അനുഭവങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിച്ചാൽ നമ്മൾ ഇവിടെ ചിലപ്പം ചിലരൊക്കെ ചോദിക്കും, ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വർക്ക് ചെയ്യുമോ? ചിലർ പറയും, ഞാൻ ഇത്രയൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് വർക്ക് ചെയ്തില്ല. പക്ഷെ അതിന് റീസൺ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എവിടെയോ പ്രശ്നമുണ്ട്, എവിടെയോ ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ടാണ് അത് നടക്കാതെ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത് തന്നെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 30 days ക്ലാസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കൂടെ ഇരുന്നിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ ഇപ്പം എക്സാമ്പിൾ ഒരു യോഗ ക്ലാസ്, ഒരു എക്സർസൈസ് ക്ലാസ്സിൽ ഒരു ഓൺലൈനായിട്ട് വന്നിരുന്ന ഒരാൾ പറയുകയാണ് നിങ്ങൾ ഇന്ന എക്സർസൈസ് ഒക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്. നമ്മൾ വീട്ടിൽ പോയി ഇരുന്നിട്ട് നമ്മൾ ചെയ്യുമോ? 1-2 ദിവസം ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷേ കണ്ടിന്യൂസ് നമ്മൾ ചെയ്യത്തില്ല. അതുപോലെയാണ് നമ്മുടെ ക്ലാസ്സും. ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് എന്താ പറയുക, വാദോരാതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം, നിങ്ങൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം, നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, നിങ്ങൾ മൈൻഡ് ശ്രദ്ധിക്കണം, നിങ്ങളെ ചിന്തകളെ ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാവും? മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു സമയം, ഒരു മണിക്കൂർ, 24 മണിക്കൂറിൽ 1 മണിക്കൂറാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ സെക്യൂർ ആക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ആ 1 മണിക്കൂർ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി, നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ 1 മണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജീവിത വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഇത് 100% ഉറപ്പാണ്. സക്സസ് സ്റ്റോറീസ് ഒരുപാടുണ്ട്. അത് ഞാൻ കുറച്ച് നാളുകളും കൂടി കഴിഞ്ഞിട്ട് ഞാൻ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസിനോട് സക്സസ് സ്റ്റോറീസ് ഇട്ടുതരാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ എല്ലാവരും നല്ല സന്തോഷമായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും എല്ലാവരുടെയും ബർത്ത് റൈറ്റാണ് കേട്ടോ. നമ്മുടെ ജന്മ അവകാശമാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യാതെ ലാവിഷായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് തന്ന ജീവിതം ജീവിക്കുക എന്നുള്ളത്. നമ്മളിവിടെ എന്താ ചെയ്യുന്നേ? ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം കൂടെ വലിച്ച് ഉള്ളിൽ കയറ്റി എന്ത് ചെയ്താലും നമുക്ക് ഒരു സമാധാനം ഇല്ല, രക്ഷപ്പെടത്തില്ല, ഫിനാൻഷ്യലി എനിക്കൊരു ഫ്രീഡവും ഇല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പരാതി എപ്പോഴും പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്നാൽ അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ. നമ്മൾ എന്താണോ നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത് അത് തന്നെ അവിടെ സംഭവിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അത് മൈൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നാട്ടിലെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്, UK നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പറിൽ കയറി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ആഡ് ആവുക. ഓക്കെ, അവിടെ നിന്ന് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ അറ്റ് പ്രസൻറ്റിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ആകാൻ പറ്റും. അതിന് വലിയ മാജിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ശരിക്കും നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും, ശരിക്കും ജീവിതത്തിൽ എന്താ പറയാനാ ഒന്ന് പകച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ജീവിതത്തിൽ തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടും ഒന്നും നടക്കാതെ ഇരിക്കുന്ന, ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ഇത് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അവർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്ത് അവർ ജീവിതത്തിലേക്ക് വന്നാൽ അതിൻ്റെ അനുഗ്രഹം ശരിക്കും നിങ്ങൾക്കാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം നമ്മളെ കൊണ്ട് മാക്സിമം സഹായം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സഹായിക്കുക. ഓക്കെ, thank you so much for watching my video. Stay tuned with the Shaji's Vlogs. I will be back with another wonderful video. Thank you.